കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അതായത് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി 3 അപകടങ്ങളാണ് എയർ ഇന്ത്യക്ക് സംഭവിച്ചത്. അത് ഒരു അസാധാരണത്വമുണ്ട് ആ കാര്യത്തിൽ. ആദ്യമുണ്ടായത് തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി. ആ വിമാനത്തിൽ 136 യാത്രക്കാരുണ്ടായിരുന്നു. വലിയ ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം ആ വിമാനത്തിൻ്റെ എൻജിൻ റൺവേയിൽ ഇടിച്ച് എൻജിന് കാര്യമായ തകരാർ സംഭവിച്ചു. ആ വിമാനം ആകെ ആടി ഉലഞ്ഞ അവസ്ഥയിലായിരുന്നു. ഏതായാലും ആ വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും എല്ലാം സുരക്ഷിതമായി അവിടെ എത്തി. പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു അവിടെ വില്ലനായത്. കാര്യം റൺവേയിൽ വിമാനം തെന്നിമാറുകയായിരുന്നു. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, മഴ തുടങ്ങിയവ ആ റൺവേയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ കാരണത്തിലാണ് അപകടം ഉണ്ടായത്. അന്ന് തന്നെ, അതായത് തിങ്കളാഴ്ച തന്നെ മറ്റൊരു സംഗതി ഉണ്ടായി. അന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് വന്ന മറ്റൊരു വിമാനം ഒരു എയർബസ് വിമാനമാണ്. അത് പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെ, അതായത് ഡൽഹിയിൽ നിന്നും പറന്നുയരാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെന്തോ തകരാർ പൈലറ്റിന് ബോധ്യമായി. റൺവേയിൽ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ടേക്ക് ഓഫ് നിർത്തുകയായിരുന്നു. അതായത് വിമാനം അപ്പോൾ ഏതാണ്ട് 150 കിലോമീറ്റർ വരെ വേഗതയിൽ എത്തിയ ശേഷമാണ് ഈ ബ്രേക്കിംഗ് ചെയ്തത്. ഒരു പക്ഷേ ആ ഒരു അപകടം തിരിച്ചറിയാതെ ആ പൈലറ്റ് യാത്ര തുടരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് വഴി തുറന്നതിന്. പക്ഷേ പൈലറ്റിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ആ ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ് വാർത്ത. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അതും ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. ഹോങ്കോങ് ഡൽഹി വിമാനം അത് ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട് ഡൽഹിയിൽ വന്ന് ഇറങ്ങിയ ശേഷം വിമാനത്തിനുള്ളിൽ തീ കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതായത് വിമാനം വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഓക്സിലറി പവർ യൂണിറ്റ് APU എന്ന് പറയുന്ന സംഗതി പെട്ടെന്ന് തന്നെ പ്രവർത്തനം നിലച്ചു. കാരണം വിമാനത്തിൽ തീ ഉണ്ടായതിനെ തുടർന്നാണ് അതിൻ്റെ പ്രവർത്തനം നിലച്ചത്. അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാകാറ്. ജീവനക്കാരും വിമാനത്താവള അധികൃതരും ചേർന്ന് ഉടൻ തന്നെ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കി. തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചു. അടിയന്തരമായി അതിൻ്റെ പരിഹാര നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്തു. DGCA, അതായത് വ്യോമയാന മന്ത്രാലയം സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്.